ഒരു ഈസി സോയക്കറിയുടെ റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സോയക്കറിയുടെ ഗ്രേവിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരു സിമ്പിൾ വെർഷനാണ്, കുറച്ചുകൂടെ സിമ്പിൾ വെർഷൻ. നമുക്ക് ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ പോവാണ്. ചിക്കാനും ചട്ടക്കറിയും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ചേർക്കാം. സവാള ചേർക്കാം, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് കൂടി ഇടാം. ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നുണ്ടാവും, പച്ചമുളക് ഇടുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അധികം മസാലപ്പൊടികൾ ചേർക്കാതെ, അധികം മസാലപ്പൊടിയില്ല. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഗരം മസാല, മീറ്റ് മസാല, മസാല ഇട്ട് കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. പച്ചമണം മാറിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ആ ഗ്രേവി അങ്ങ് റെഡിയാവും. ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് പൊട്ടി പൊട്ടി ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. പൊടിയൊക്കെ അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അത് നല്ല മണമൊക്കെ വരും. ഒരു ബീഫ് കറിയുടെ ഒക്കെ ഒരു മണമാണ് ഞാനിപ്പോൾ. എനിക്കത് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ, നല്ലതായി. ഇനി നമുക്ക് ഗ്രേവിക്കകത്തേക്ക് സോയ ഇടാം. സോയ ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോയ കൂടി സോയ നമുക്ക് ഇട്ടിട്ട് ഈ മസാലയ്ക്കകത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിൽ ചാറാക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ചാറാക്കി എടുക്കുക. അല്ലാത്തവർക്ക് ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കിടക്കിലാക്കാം. ഞാൻ നന്നായിട്ട് കരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്നിട്ട് ഇളക്കി ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ചെറിയൊരു